ഹായ് ഫ്രണ്ട്സ്, PSC ക്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. LD ക്ലർക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട 50,000 ചോദ്യങ്ങളാണ് ഈ വീഡിയോ സീരീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ സീരീസിലെ 6ാം ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോ സീരീസിലെ ഭാഗം 1 മുതൽ ഭാഗം 5 വരെയുള്ള വീഡിയോകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരംഭിക്കാം. ഈ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചോദ്യം: ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് എന്താണ്? യൂറോപ്യന്മാരുടെ ആഗമനം. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ് ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാരൊക്കെ? ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികളാണ്. കേരളത്തിൽ ആദ്യമെത്തിയ വിദേശികൾ അറബികൾ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ അത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ്. ഏത് വർഷമാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വരുന്നത്? 1498. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. കേരളത്തിൽ ആദ്യമെത്തിയ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. കേരളത്തിൽ ആദ്യമെത്തിയ പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമയാണ്. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തികൾ അത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ആദ്യമെത്തിയ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമയാണ്. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യം എത്തിയത് ഏത് ദിവസം? 1498 മെയ് മാസം 20. 1498 മെയ് മാസം 20-നാണ് വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യം എത്തുന്നത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ആണ്. വർഷം 1497. ലിസ്ബൺ പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയുടെ പേരാണ് മാനുവൽ. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയുടെ പേര് മാനുവൽ രാജാവ് എന്നാണ്. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെന്റ് റാഫേലും ബൈറിയോ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളുടെ പേരെന്താണ്? സെന്റ് റാഫേൽ, ബൈറിയോ. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷമാണ് 1499. വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് അറിയപ്പെടുന്നത് വാസ്കോഡ ഗാമയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നറിയപ്പെടുന്നത് വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ, ഗോവയിലാണ്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത്
പന്തലായിനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്? ചോദിച്ചിട്ടുണ്ട്. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറം. അത് ചോദിച്ചിട്ടുണ്ട്. ഏത് കടപ്പുറം? കാപ്പാട് കടപ്പുറത്ത് പന്തലായിനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ് 1502. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷം 1502 വാസ്കോഡ ഗാമ അവസാനമായി കേരളത്തിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ ഗാമ അവസാനമായി അഥവാ മൂന്നാമതായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷം 1524. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമ അന്തരിച്ച വർഷമാണ് 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്തിരുന്ന പള്ളി എന്താണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച് പള്ളിയാണ്, കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജെറോനിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനിമസ് കത്തീഡ്രൽ, ലിസ്ബൺ എന്ന സ്ഥലത്താണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. വർഷം 1500. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരിസ് കബ്രാൾ ആണ്. കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽവാരിസ് കബ്രാൾ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. 1498 മുതൽ 1961 വരെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് എത്ര വർഷമാണ്? 463 വർഷമാണ്. പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികളാണ് അറബികളും ചൈനക്കാരും. പോർച്ചുഗീസുകാർക്ക് മുമ്പ് കേരളവുമായി വ്യാപാരം നടത്തിയിരുന്ന വിദേശികളാര്? അറബികളും ചൈനക്കാരുമാണ്. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി കരമാർഗം പെറോഡ കോവിൻഹ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൻഹ. കടൽ മാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൻഹയാണ്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡയാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽമേഡ. വർഷം 1505. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. ഏത് വർഷം? 1505. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥാപിച്ച സ്ഥലം കണ്ണൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്ക്.
ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് ആണ്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്ക്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. എവിടെ ഈ മാനുവൽ കോട്ട സ്ഥാപിച്ചത്? കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. ഏത് വർഷം? 1503. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. കൊച്ചിയിലാണ് ഇത് സ്ഥാപിക്കുന്നത്. വർഷം 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട എന്താണ്? മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരള വർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരള വർമ്മയ്ക്ക് പണിതുകൊടുത്ത കൊട്ടാരമാണ് ഏതെന്ന് പറയുന്നത്? മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരും കേരളീയനും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയെ മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നു. പോർച്ചുഗീസുകാരും കേരളീയരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷമാണ് AD 1510. പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം AD 1510 ആണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആരിൽ നിന്നുമാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ വിമോചനമായ വർഷമാണ് 1961 ഡിസംബർ 19. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ വിമോചനമായ വർഷം 1961 ഡിസംബർ 19 ആണ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ആണ്. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അന്റോണിയോ വാസെല്ലോ ഇ സിൽവ. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അന്റോണിയോ വാസെല്ലോ ഇ സിൽവയാണ്. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാരാണ്. ആദ്യമായി ഇന്ത്യയിൽ എത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമാണ് ഗോവ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവയാണ്. പോർച്ചുഗീസുകാരുടെ ആദ്യ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. എവിടെയാണ് ഈ അച്ചടിശാല ആരംഭിച്ചത്? ഗോവയിൽ. വർഷം 1556. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ.
ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. PYQ. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് പോർച്ചുഗീസുകാർ. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികളാണ് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ചവിട്ട് നാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വിദേശ ശക്തികൾ? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലാണ് സ്കൂൾ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പേരയ്ക്ക, പുകയില, മരിച്ചിനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. പേരയ്ക്ക, പുകയില, മരിച്ചിനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ്. ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ദാമൻ, ദിയു. ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ എന്താണ്? ദാമനും ദിയുവുമാണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബെർത്തലോമിയ ഡയസ്. വർഷം 1488. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച പോർച്ചുഗീസ് നാവികനാണ് ബെർത്തലോമിയ ഡയസ്. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1513. 1513 കണ്ണൂർ സന്ധി ഒപ്പുവെക്കുന്നത്. ആരൊക്കെ തമ്മിൽ? പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായുള്ള പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1540. പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. പോർച്ചുഗീസുകാരും കോഴിക്കോടുമായിട്ടാണ് ഈ പൊന്നാനി സന്ധി ഒപ്പുവെക്കുന്നത്. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഡച്ച് കൊട്ടാരം. ഇത് നേരത്തെ പറഞ്ഞതാണ്. മട്ടാഞ്ചേരി കൊട്ടാരം പറഞ്ഞില്ലേ? അതിന്റെ മറ്റൊരു പേരാണ് ഡച്ച് കൊട്ടാരം. ഇനി അടുത്തത് തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരിയിലാണ്. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലാണ് ഈ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി തുഫത്തുൽ മുജാഹിദീനാണ്. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചതാര്? ഷെയ്ഖ് സൈനുദ്ദീൻ. തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീനാണ്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ. ഫത്തുൽ മുബീൻ രചിച്ചത് കാസി മുഹമ്മദ് ആണ്. ഫത്തുൽ മുബീൻ രചിച്ചത് കാസി മുഹമ്മദ്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലിമരയ്ക്കാർ എന്നാണ്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവന്മാർ അറിയപ്പെടുന്നത് കുഞ്ഞാലിമരയ്ക്കാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? സാമൂതിരിയാണ്. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി. കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് കോട്ടയ്ക്കൽ, പുതുപ്പണം കോട്ട. കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് കോട്ടയ്ക്കൽ. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലിയാണ്. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലിയാണ്. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. കുഞ്ഞാലിമരയ്ക്കാർ നാലാമന്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലിമരയ്ക്കാർ നാലാമന്റെ യഥാർത്ഥ നാമം എന്താണ്? മുഹമ്മദ് അലി മരയ്ക്കാറാണ്.
ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാറാണ്. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമനാണ് ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമൻ. മരയ്ക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. മരയ്ക്കാർ കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ടയാണ്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ന്യൂനോ ഡാ കുൻഹ. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറിന്റെ പേര് ന്യൂനോ ഡാ കുൻഹയാണ്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയുടെ പേരാണ് ചാലിയം കോട്ട. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി മരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് ആരാണ്? കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ച വർഷമാണ് 1600. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ച വർഷം 1600. കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കലിലാണ് കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നു. കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. കുഞ്ഞാലി നാലാമനെ വധിച്ച ശേഷം കണ്ണൂരിൽ തല പ്രദർശിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി നാലാമനെ വധിച്ച ശേഷം കണ്ണൂരിൽ തല പ്രദർശിപ്പിച്ചത് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയുടെ പേര് സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്നാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയുടെ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോർച്ചുഗീസ് ഗ്രന്ഥമാണ് ഗാർഷ്യ ഡി ഓർത്ത. ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോർച്ചുഗീസ് ഗ്രന്ഥം ഗാർഷ്യ ഡി ഓർത്ത. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം നടപ്പാക്കിയത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം നടപ്പാക്കിയത് ആര്? പോർച്ചുഗീസുകാരാണ്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഡച്ചുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് AD 1595. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ. ആദ്യത്തേത് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണ്? AD 1602. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലിപ്പട്ടണം. ഏത് വർഷം? 1605. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപ്പട്ടണത്താണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663.
1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ. ബോൾഗാട്ടി കൊട്ടാരം ഡച്ചുകാർ നിർമ്മിച്ചു. എവിടെ നിർമ്മിച്ചു? കൊച്ചിയിൽ നിർമ്മിച്ചു. ഏത് വർഷം? 1744. ഈ വർഷം PYQ ആണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ പേര് കുളച്ചൽ യുദ്ധം എന്നാണ്. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10 ഈ കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ഡിലനോയ് ആണ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ഡിലനോയ് ആണ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ്. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ, ഹോർത്തൂസ് മലബാറിക്കസ്. ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ, ഹോർത്തൂസ് മലബാറിക്കസ് എന്നിവയാണ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ. കേരളത്തിൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. കേരളത്തിൽ നെൽകൃഷിയും തെങ്ങ് കൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയിൻസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻഗോയിൻസ്. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷമാണ് 1658. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം 1658. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. PYQ ആണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലാണ്. ഏത് വർഷം? 1678. നെതർലാൻഡിന്റെ തലസ്ഥാനമാണ് ആംസ്റ്റർഡാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി അറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആംസ്റ്റർഡാമിലാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ച്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷയിലാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിക്കുകയാണെങ്കിൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 മുതൽ 1703. 12 വാല്യങ്ങളായിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 മുതൽ 1703 വരെയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലത്തിന്റെ പേര് ആംസ്റ്റർഡാം, നെതർലാൻഡ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആൽ. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആലാണ്.
ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ കെ എസ് മണിലാലാണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ്? 1616. ഇനി ഡെൻമാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷമാണ് 1620. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620 ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ ഏതൊക്കെയാ? സെറാംപൂർ, ട്രാൻക്യുബാർ. ട്രാൻക്യുബാർ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സെറാംപൂർ, ട്രാൻക്യുബാർ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ IV. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ആരാണ്? ക്രിസ്ത്യൻ IV. ഡാനിഷുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലമാണ് ട്രാൻക്യുബാർ. PYQ ആണ്. ഡാനിഷുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലം ട്രാൻക്യുബാർ. ട്രാൻക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് തരംഗമ്പാടി, തമിഴ്നാട്. ട്രാൻക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് തരംഗമ്പാടി എന്നാണ്. ഇനി പറയുന്നത് ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1620. 1620 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശം മാഹിയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയ് മാർട്ടിൻ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയ് മാർട്ടിൻ ആണ്. യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ചാനലാണ് ഇംഗ്ലീഷ് ചാനൽ. യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന ചാനൽ എന്താണ്? ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡോവർ കടലിടുക്ക്. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഡോവർ കടലിടുക്കാണ്. മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്നത് മയ്യഴിപ്പുഴയാണ്. അതുകൊണ്ടാണ് മയ്യഴിപ്പുഴയെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നത്. മയ്യഴിപ്പുഴയ്ക്ക് ഇംഗ്ലീഷ് ചാനൽ എന്ന പേര് വരാൻ കാരണം എന്താണ്? ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്നത് മയ്യഴിപ്പുഴയാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിൽ. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ ഏതൊക്കെയാണ്? സൂററ്റ്, മസൂലിപ്പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികളാണ് സൂററ്റ്, മസൂലിപ്പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി.
ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടിവാഷ് യുദ്ധമാണ്. ഈ വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. 1760 ഈ വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട സൈന്യാധിപനാണ് കൗണ്ട് ഡി ലാലി. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട സൈന്യാധിപൻ ആരാണ്? കൗണ്ട് ഡി ലാലിയാണ്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട്. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷമാണ് 1954. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുന്നത്. ഇനി ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. എവിടെ സ്ഥാപിച്ചു? മദ്രാസിൽ സ്ഥാപിച്ചു. ഏത് വർഷം? 1644. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് സൂററ്റ്, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഗുജറാത്തിലെ സൂററ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1600 ഡിസംബർ 31. 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? അക്ബർ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി റോയൽ ചാർട്ടർ എന്ന് പറയും. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. വർഷം 1583. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസ്, തോമസ് റോ. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസും തോമസ് റോയുമാണ്. വ്യാപാരാർത്ഥം കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. വർഷം 1615. വ്യാപാരാർത്ഥം കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. വർഷം 1695. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയുടെ പേര് ആറ്റിങ്ങൽ റാണി എന്നാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാ? വിഴിഞ്ഞത്ത്. കേരളത്തിലെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഇംഗ്ലണ്ട്. കേരളത്തിലെ ചരിത്ര രേഖകളിൽ ഷീമ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇംഗ്ലണ്ട് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. 1721 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വർഷം 1721. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്ന വർഷം 1792. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്ന വർഷം 1792. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപമാണ് കുറിച്യർ ലഹള. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗിരിവർഗ കലാപം കുറിച്യർ ലഹളയാണ്. കുറിച്യർ കലാപം നടന്ന വർഷമാണ് 1812 മാർച്ച് 25. കുറിച്യർ കലാപം നടന്ന വർഷം 1812 മാർച്ച് 25. ചൂഷണങ്ങൾക്കെതിരെ കുറിച്യരും കുറവരും നടത്തിയ സായുധ കലാപമാണ് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ചൂഷണങ്ങൾക്കെതിരെ കുറിച്യരും കുറവരും നടത്തിയ സായുധ കലാപം കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളാണ് രാമനമ്പി, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൺ കേളു.
കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? രാമനമ്പി, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ, കേളു. മലബാർ മേഖലയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കും ചൂഷണത്തിനുമെതിരെ നടന്ന പോരാട്ടമാണ് പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുന്നത്. മലബാർ മേഖലയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കും ചൂഷണത്തിനുമെതിരെ നടന്ന പോരാട്ടമാണ് പഴശ്ശി കലാപങ്ങൾ. ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്ന വർഷം 1792. നേരത്തെ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനമാണ് കോഴിക്കോട്. ബ്രിട്ടീഷ് മലബാറിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാർ. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽപാതയാണ് ബേപ്പൂർ തിരൂർ. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ തിരൂർ ആണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. വെള്ളക്കാർ എന്നറിയപ്പെടുന്നതോ ബ്രിട്ടീഷുകാരാണ്. വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്